സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ ആരൊക്കെയാണ് എന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നാളെ പരീക്ഷയുള്ളവർ ഇതെല്ലാം അറിയാമെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാണ്? വീണ ജോർജ് ആണ്. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. പി സതീദേവി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ ആണ്. പ്രീതി സുധാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ്. ഡോക്ടർ എം ആർ ബൈജു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയഭാരതി സയാനിയാണ്. ശ്രീമതി വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ. ലോക്പാൽ അധ്യക്ഷൻ അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ്. അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ. കേരള ലോകായുക്ത. കേരള ലോകായുക്ത ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. എൻ അനിൽകുമാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. ISRO ചെയർമാൻ. ISRO ചെയർമാൻ എസ് സോമനാഥ്. എസ് സോമനാഥ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. ജസ്റ്റിസ് നിതിൻ ജാംദാർ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള. കേരള നിയമസഭയുടെ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. AN ഷംസീർ. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ പിണറായി വിജയൻ. പിണറായി വിജയൻ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ് നീതി ആയോഗ് ഉപാധ്യക്ഷൻ. നീതി ആയോഗ് CEO ആരാണ്? നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. രാജീവ് കുമാർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. A ഷാജഹാൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ ആരാണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ ആണ്. VK രാമചന്ദ്രൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് വി ഹരി നായർ. വി ഹരി നായർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാനയാണ്. ശ്രീ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ
ശ്രീ അന്തർ സിംഗ് ആര്യയാണ്. ശ്രീ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരനാണ് കേരള ചീഫ് സെക്രട്ടറി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിജയ കിഷോർ രഹത്കർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. KV മനോജ് കുമാർ. ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ. നബാർഡ് ചെയർമാൻ. നബാർഡ് ചെയർമാൻ ഷാജി KV. നബാർഡിന്റെ ചെയർമാൻ ആരാണ്? ഷാജി KV. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശനാണ് കേരള നിയമസഭ പ്രതിപക്ഷ നേതാവ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ്. കേരള ഗതാഗത വകുപ്പ് മന്ത്രി. കേരള ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ആണ്. KB ഗണേഷ് കുമാർ കേരള ഗതാഗത വകുപ്പ് മന്ത്രി. കേരള കൃഷി മന്ത്രി ആരാണ്? കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? P പ്രസാദ്. P പ്രസാദ്. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജന കാര്യമന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജന കാര്യമന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അരവിന്ദ് പനഗരിയ. ലോക്സഭാ സെക്രട്ടറി ജനറൽ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയാണ്. പ്രമോദ് ചന്ദ്രമോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണൻ കുറുപ്പാണ്. K ഗോപാലകൃഷ്ണ കുറുപ്പ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി. DRDO ചെയർമാൻ. DRDO ചെയർമാൻ സമീർ V കാമത്ത് ആണ്. സമീർ V കാമത്ത്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. K സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നവംബർ 21 K സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിതനായത്. K സഞ്ജയ് മൂർത്തി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ്. ജനറൽ അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ തപൻ കുമാർ ദേക്ക. തപൻ കുമാർ ദേക്കയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ. തപൻ കുമാർ ദേക്ക.
ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ. ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.